നമസ്കാരം. ശബരിമല എന്നത് കേരളത്തിന്റെ വിശ്വാസത്തിന്റെ ആത്മാവാണ്. വിശ്വാസത്തിന്റെ, ത്യാഗത്തിന്റെ, സുതാര്യതയുടെ പ്രതീകം. ആ വിശുദ്ധ നാമം തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ചേർത്ത് പറയേണ്ടി വരുന്നത് കേരള സമൂഹത്തിന് വലിയ അപമാനമാണ്. എന്നാൽ അതിലും ഗുരുതരമാണ് ഈ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരേണ്ട സർക്കാർ തന്നെ സംശയം നിലനിൽക്കുന്ന അവസ്ഥ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ രക്ഷിക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ വക്കീൽ കുപ്പായം അണിയുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്നത്. പ്രതിഭാഗത്തിനായി പ്രഗത്ഭരുടെ വലിയ നിര തന്നെ കോടതിയിലെത്തുന്ന പശ്ചാത്തലത്തിൽ കേസ് നടത്തിപ്പിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മുൻ ഹൈക്കോടതി ജഡ്ജിമാർക്ക് പുറമെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും പ്രതികൾക്കായി ഹാജരാകുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ സാധാരണ പ്രോസിക്യൂഷൻ സംവിധാനം മതിയാകില്ല എന്നും കേസിനെ നിയമപരമായി നേരിടാൻ പ്രഗത്ഭനായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ വേണമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഇതിനിടെയാണ് പ്രതിഭാഗം ശക്തമായ നിയമനീക്കങ്ങൾക്ക് കോപ്പുകൂട്ടുന്നത്. ഉന്നത സ്വാധീനമുള്ളവരാണ് പ്രതിപട്ടികയിൽ ഉള്ളതെന്നും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തീരുമാനമെടുത്തേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ പ്രതികളെ രക്ഷിക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി സീനിയർ അഭിഭാഷകരും നിരന്നു നിൽക്കുമ്പോൾ കേസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറാക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ഇന്ന് കേരളം മുഴുവൻ ഉന്നയിക്കുകയാണ്. ഒരു സാധാരണ ക്രിമിനൽ കേസ് അല്ല ഇത്. സംസ്ഥാനത്തിന്റെ വിശ്വാസ കേന്ദ്രത്തിൽ നടന്ന കോടികൾ വിലമതിക്കുന്ന സ്വർണം ഉൾപ്പെട്ട ഭരണ സംവിധാനത്തിന്റെ വിവിധ തലങ്ങളിൽ സംശയമുയർത്തുന്ന ഒരു കേസാണിത്. ഇത്തരമൊരു കേസിൽ സർക്കാർ ഭാഗത്ത് നിന്ന് ശക്തമായ നിയമപ്രതിനിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതിന്റെ പൂർണ്ണ വിപരീതമാണ്. പ്രതികൾക്ക് വേണ്ടി രാജ്യത്തെ ഏറ്റവും ശക്തരായ നിയമവിദഗ്ധർ രംഗത്തിറങ്ങുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതിരോധമില്ലാതെ കേസ് മുന്നോട്ട് പോകുന്നത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്തുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ സർക്കാരിനോട് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ അപേക്ഷയെ പരിഗണിക്കുന്ന സമീപനം എന്തുകൊണ്ടാണ് വൈകുന്നത്? ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? സർക്കാരിന് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ എന്ന സംശയം സ്വാഭാവികമായി ഉയരുന്നു. സർക്കാർ എന്നും പറയുന്നത് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നതാണ്. എന്നാൽ നിയമം ശരിയായ വഴിക്ക് പോകാൻ സർക്കാർ തന്നെ വഴിയൊരുക്കേണ്ടതുണ്ട് എന്നതാണ് വാസ്തവം. ഇവിടെ സർക്കാർ പിന്മാറി നിൽക്കുകയാണെന്നതാണ് വാസ്തവം. ഇത് അജ്ഞതയാണോ അല്ലെങ്കിൽ ബുദ്ധിപൂർവമായ നിസ്സംഗതയാണോ? കേസിലെ പ്രതികൾക്ക് ഭരണകൂടവുമായി അടുത്ത ബന്ധങ്ങളുണ്ടെന്ന ആരോപണം നേരത്തെയും ഉയർന്നതാണ്. അത്തരം സാഹചര്യത്തിൽ സർക്കാർ മൗനം പാലിക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം തകരുന്നത് സ്വാഭാവികമാണ്. സർക്കാർ സംരക്ഷണം ഇല്ലെങ്കിൽ ഇത്രയും വലിയ നിയമസംഘം പ്രതികൾക്ക് വേണ്ടി ഇറങ്ങുമോ എന്ന ചോദ്യം ഇന്ന് സാധാരണ ജനങ്ങൾ പോലും ചോദിക്കും. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നൽകിയ വാഗ്ദാനം സുതാര്യതയും അഴിമതി വിരുദ്ധ ഭരണവുമായിരുന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള കേസുകളിൽ കാണുന്ന സമീപനം ആ വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടും. വാക്കുകളിൽ വിപ്ലവം, പ്രവൃത്തിയിൽ കള്ളത്തരം. ഇതാണ് ഇന്നത്തെ ഭരണ യാഥാർത്ഥ്യം. മുൻ ഹൈക്കോടതി ജഡ്ജിമാർ പോലും പ്രതിഭാഗത്തെത്തുന്ന സാഹചര്യത്തിൽ സർക്കാർ ഭാഗത്ത് നിന്ന് സമാനമായ പ്രതിരോധ ശക്തി ഉണ്ടാകേണ്ടതായിരുന്നു. അതിനു പകരം സർക്കാർ കൈകെട്ടി നിൽക്കുന്നു. ഇതിന് നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുന്നതും അന്വേഷണ സംഘത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്നതുമാണ്. ശബരിമല വിഷയത്തിൽ നേരത്തെയും സർക്കാരിന്റെ നിലപാടുകൾ വിവാദമായിരുന്നു. വിശ്വാസികളെ വേദനിപ്പിച്ച തീരുമാനങ്ങൾ, പോലീസ് നടപടികൾ, രാഷ്ട്രീയ ഇടപെടലുകൾ എല്ലാം ചേർന്ന് ശബരിമലയെ ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി മാറ്റി. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസ് കൂടി വന്നതോടെ ആ വിശുദ്ധ നാമം വീണ്ടും മലിനമാക്കപ്പെടുകയാണ്. ഈ കേസിൽ സത്യം പുറത്തു വരണമെങ്കിൽ സർക്കാർ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉപേക്ഷിക്കണം. ശക്തമായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. നിയമ പോരാട്ടം ശക്തമാക്കണം. അല്ലെങ്കിൽ ഈ മൗനത്തെ ചരിത്രം വിധിയിടും. സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ സത്യം മറയ്ക്കാൻ ശ്രമിച്ചുവെന്ന് കേരളം ചോദിക്കുന്നു. ആരാണ് ഈ മൗനത്തിന്റെ ഗുണഭോക്താക്കൾ? ഉത്തരം നൽകേണ്ട ബാധ്യത സർക്കാരിനാണ്.